കേരളത്തിലെ PSC റാങ്ക് ഹോൾഡേഴ്സുകാരെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ശയനപ്രദർശനം, മുട്ടിലെഴയൽ സമരം, മുടിമൊട്ടയടിക്ക്, തലമുണ്ടനം ചെയ്യൽ തുടങ്ങിയ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്ത അതേ വ്യക്തി ഇപ്പോ മുഖ്യമന്ത്രിയായി വന്നു. മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ആദ്യ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും വാഗ്ദാനം കൊടുത്തതുപോലെ PSCയിലെ റാങ്ക് ഹോൾഡേഴ്സിനും ഉറപ്പു കൊടുത്തിരുന്നു. അവർ 2 മാസമായി കാത്തിരുന്നു. എന്നിട്ട് പൂക്കി മുഖ്യനെ നേരിട്ട് കാണാൻ പോലും അവസരം കിട്ടുന്നില്ല. അങ്ങനെ ഒടുവിൽ അവർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് ജോലിക്ക് വേണ്ടി മണ്ണ് വാരിത്തുന്ന അവസ്ഥ. സൂചന മാത്രം ഇന്നീ സമരം സൂചന മാത്രം ഇന്നീ സമരം സൂചന മാത്രം നാളെ സമരം മാളിക്കത്തും പ്രതിഷേധം കണ്ടല്ലോ, ഇപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിൽ ഇടതുപക്ഷവും ആയിരിക്കില്ലല്ലോ. കാര്യം ഇങ്ങനെ ഒരു സമരം നടത്തിയത് കൊണ്ട് ഇപ്പോ യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് ചുമ്മാതിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിനെ പോയി കുത്തിയിളക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ റാങ്ക് ഹോൾഡേഴ്സിന് ഇന്നലകളിൽ ഉറപ്പ് കിട്ടിയിരുന്നു. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കാത്തിരുന്ന അവർക്ക് ഇതുവരെ നിയമനവും ഇല്ല, അല്ലെങ്കിൽ ഇന്നലകളിൽ വാഗ്ദാനം നൽകിയ ആളെ കണ്ടുകിട്ടാനുമില്ല. ആ മണ്ണുവാരി തിന്നൽ സമരം നടക്കുമ്പോൾ പൂക്കി മുഖ്യൻ എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ കാണണ്ടേ. അതേ സന്ദർഭത്തിൽ അദ്ദേഹം നാട്ടിൽ 300 പേരെ ഒരു കമ്പനി ലേ ഓഫ് ചെയ്തു. ഏത് IT കമ്പനി ലേ ഓഫ് ചെയ്തതിനെ ന്യായീകരിക്കുകയാണ്. AI വരുന്നതോടുകൂടി നിങ്ങളുടെ ജോലിയെല്ലാം തീർന്ന് നിങ്ങളുടെ കച്ചവടം പൂട്ടും, അതുകൊണ്ട് നമ്മൾ ജോബ് ഒബ്സർവേഷൻ തുടങ്ങാൻ പോണത്രേ. അതായത് ജോലി വേണ്ട, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ ഒരു ഗംഭീര പാക്കേജ് ജോലി നഷ്ടപ്പെടുന്നവർക്കും ജോലി കൊടുക്കാത്തവർക്കും മുന്നിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി മൈക്ക് കെട്ടിവെച്ച് അവതരിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ്. ഫാസ്റ്റായിട്ട് മാറുകയാണ്. ഇപ്പൊ കണ്ടില്ല, 800 പേരെ പിരിച്ചുവിട്ട ഒരു കമ്പനി. വൺ ഫൈൻ മോർണിംഗ് ചെന്നപ്പോ ജോലിയില്ല. കുറെ ജോലികൾ ഇല്ലാതാവുകയാണ്. പക്ഷെ കുറെ ജോലികൾ ഇല്ലാതാവുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പുതിയ ജാലകങ്ങൾ തുറക്കപ്പെടുകയാണ്, വാതിലുകൾ തുറക്കപ്പെടുകയാണ് പുതിയ ജോലിയുടെ. അപ്പോൾ ഈ ജോബ് വേൾഡ് എന്ന് പറയുന്ന അത് നമ്മൾ നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം. അതിനാണ് ഞങ്ങൾ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കിയാണ് ഗവൺമെന്റ്. എല്ലാ സെക്ടേഴ്സിലും എക്സ്പേർട്സുകളെ വെച്ചുകൊണ്ട് ലോകത്ത് തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കിയാണ് അവർ പഠിക്കും. കമ്മിറ്റി ഫോർമേഷൻ ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് വിവിധ സെക്ടറുകളിൽ. അവർ പഠിച്ച അവരുടെ രംഗങ്ങളിൽ ഉണ്ടാകുന്ന തൊഴിൽ രംഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യും. ഗവൺമെന്റ് അതനുസരിച്ച് കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യും. എങ്ങനെ സാധിക്കുന്നു എന്നാണ്. യുവാക്കളുടെ തൊഴിൽ മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തൊഴിലാളി സർക്കാർ ഇരുന്നപ്പോ ഇവിടെ ഒരു കമ്പനികളും കൂട്ടത്തോടെ ലേ ഓഫിന് തയ്യാറായില്ല. ലേ ഓഫിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കണം. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ ആളെ വേണ്ട എന്ന നിലയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ജോലിക്ക് വരുമ്പോൾ 300, 400, 500 പേരെയൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പിരിച്ചുവിടുകയാണ്. എന്നാൽ സർക്കാർ ജോലിയിലേക്ക് പോകാൻ കരുതിയാലോ, അവിടെയും പറയുകയാണ് ഇനിയിപ്പോ ഈ ജോലിക്കൊന്നും സാധ്യതയില്ല, എല്ലാം AI വരട്ടെ. AI വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറാൻ പോകുന്നു. അതിന് ഇരയായി തീരുന്നവരുടെ ജീവിതം എന്താകുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. അവർ വെച്ച് അനുഭവിക്കുക എന്നുള്ളതാണ് പൂക്കി ഓഫർ. അത്തരം ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. വീഴണവരൊക്കെ വീണ് ചിലപ്പോൾ ഒടുങ്ങിപ്പോകും. എന്തൊരു മനോഭാവമാണെന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി കാത്തിരുന്നവർക്ക് ഇന്നലകളിൽ രാഷ്ട്രീയ നാടകം കാണാൻ വിളിച്ചു വരുത്തി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ
മനോരമയുടെ ക്യാമറാമാർക്കും പ്രത്യേക പണം കൊടുത്ത് വലിയ വാർത്തകൾ സൃഷ്ടിച്ച് കളർ ഫോട്ടോകൾ അടിച്ചിറക്കി ജനങ്ങളുടെ ഉള്ളിൽ വികാരമുണർത്തിയ ശേഷം ഇന്നിപ്പോ മണ്ണ് തിന്നുമ്പോ അതൊന്നും എന്റെ പ്രശ്നമല്ല, വേണമെങ്കിൽ വരുന്ന 5 വർഷവും ഇതുപോലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ കിടന്ന് മണ്ണ് തിന്നോട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനോഭാവം. മോഹന വാഗ്ദാനങ്ങൾ, ആദ്യ ക്യാബിനറ്റിൽ തന്നെ നിങ്ങളുടെ നിയമന ഉത്തരവ് ലഭിച്ചിരിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ കേട്ട് മോഹിച്ചിരുന്നവർക്ക് ഏറ്റവും ഒടുവിൽ ആ ജോലി കിട്ടാൻ ഈ ഗതികേടിലെത്തുമ്പോഴും അദ്ദേഹം പല ഉദ്ഘാടന പരിപാടികളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഡയലോഗ് അടിച്ച് ജോലി നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർക്ക് സർക്കാരിൽ നിന്നൊന്നും ചെയ്യാനില്ല, അത് AI വിസ്മയമാണ് എന്നുള്ള നിലയ്ക്ക് പിരിച്ചുവിടുന്ന മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി നടത്തുമ്പോൾ എന്താണ് പൂക്കി മുഖ്യന്റെ ഉള്ളിലിരിപ്പെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്കൊപ്പമല്ല AI സാങ്കേതിക വിദ്യ വിദഗ്ധമായി ഉപയോഗിക്കാൻ പോകുന്ന മുതലാളിമാരെ കുറിച്ചാണ് ചിന്തയെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അത് കേട്ടിട്ട് ഇന്നലകളിൽ നിങ്ങൾ വിശ്വസിച്ച് തേക്കപ്പെട്ടതോർത്തിട്ട് നിരാശ പൂണ്ടിരിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.